ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും വെക്കേഷൻ ട്രിപ്പിലായിരിക്കും. ഞങ്ങളും അങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിലുള്ള ഡ്രീം വേൾഡിലേക്കാണ്. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. ഞങ്ങൾ പോയത് മലപ്പുറത്തു കൂടെയായിരുന്നു. മലപ്പുറത്തു കൂടെ പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മലപ്പുറവും തൃശ്ശൂരും ഒക്കെ കവർ ചെയ്യാൻ പറ്റി. 2 ജില്ലകളും മുഴുവനായിട്ട് കണ്ടു. ഡ്രീം വേൾഡ് വരുന്നത് ചാലക്കുടി ഭാഗത്തേക്കാണ്. ഡ്രീം വേൾഡ് ഒരു വാട്ടർ തീം പാർക്കാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ റൈഡ് ചെയ്യാൻ അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. കഴിഞ്ഞ വെക്കേഷനിൽ കണ്ണൂരിലുള്ള വിസ്മയ പാർക്കിൽ പോയിരുന്നു. അവിടെയുള്ള അത്ര തിരക്കില്ലെങ്കിലും ഇവിടെ കുറച്ചൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. അവിടെ എത്തുമ്പോഴേക്കും ഒരു 11 മണി ആയിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ബൈപ്പാസ് റോഡ് പണി നടക്കുകയാണ്. ഞങ്ങളും കുറച്ചു നേരം ബ്ലോക്കിൽ പെട്ടു. അതിമനോഹരമായ റോഡായിരുന്നു. നല്ല റോസാപ്പൂക്കളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ നിറയെ കടലാസ് പൂക്കളും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ കടലാസ് പൂക്കൾ ചെടി കണ്ടപ്പോൾ എനിക്കും ഒരു കടലാസ് പൂച്ചെടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഈ കടലാസ് പൂക്കൾക്ക്. ഈ കടലാസ് പൂക്കളൊക്കെ വേനൽക്കാലത്താണോ ഉണ്ടാവുക, പുഷ്പിക്കുക എന്നറിയില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട് അതിന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ പൂക്കൾ കണ്ടപ്പോൾ. ആദ്യമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി. ഇപ്പോൾ അവിടെ എത്തി. ആദ്യം തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. ഉള്ളിൽ കയറി. ആദ്യം തന്നെ അവർ പറഞ്ഞത് ട്രെയിനിൽ കയറാനാണ്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ട്രെയിനിൽ കയറിയതിന് ശേഷം അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ട്രെയിന് മെല്ലെയാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിനിൽ കയറിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെയുള്ള കാഴ്ചകൾ വരുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ട്രെയിന് മെല്ലെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അവിടെയുള്ള കാഴ്ചകളൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അതായിരിക്കും അങ്ങനെ വളരെ സ്ലോയിലായിരുന്നു. ട്രെയിനിൽ കൂടി പാർക്ക് ഞങ്ങൾ മുഴുവനായിട്ട് കണ്ടു. അതിമനോഹരമായിരുന്നു പാർക്ക് കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് കയറിയത് ഈ കാറിലോട്ടാണ്. കുട്ടികളൊക്കെ കയറി സവാരി ചെയ്യുകയാണ്. ഡ്രൈവിങ്ങിലാണ്. കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാറായത് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കയറാൻ പറ്റിയ ഒരു കുഞ്ഞു ട്രെയിനാണ്. പിന്നീട് അതിലാണ് ഞങ്ങളെല്ലാവരും കയറിയത്. ഇത് നല്ല രസമായിരുന്നു പോകാനായിട്ട്. ഇത് കുറച്ചുകൂടെ സ്പീഡുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല വെയിലായിരുന്നു. ഇതും അതിമനോഹരമായിരുന്നു. ഞങ്ങൾ നല്ലവണ്ണം എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ പിന്നെ ഒരു ചേച്ചി ചെടികളെല്ലാം നനയ്ക്കുന്നുണ്ട്. അവിടെ നന്നായി ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ കൈ കഴുകിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനിരുന്നു. ബിരിയാണിയാണ് വാങ്ങിച്ചത്, ചിക്കൻ ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അടുത്തതായിട്ട് ഇങ്ങനത്തെ ഒരു റൈഡായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതിലും കുട്ടികളൊക്കെ കയറി. അവർ നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. പിന്നെ ഈ റൈഡിങ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെല്ലാവരും മാറ്റി പിന്നെ വെള്ളത്തിലെ കളികൾക്കാണ് പോയത്. ഇപ്പോൾ വെള്ളത്തിലെ കളികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലൈഡിങ്ങും പിന്നെ മഴ വർഷിക്കലും അങ്ങനെ പല കളികളും ഉണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളും അങ്ങനെ പല ജാതി ഐറ്റംസും ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ചു നേരം കളിച്ചതിന് ശേഷം പൊന്നൂസ് പിന്നെ വെള്ളത്തിൽ നിന്നും കയറി നിന്നു. തലയൊക്കെ നന്നായി തുടച്ചു. പിന്നെ മറ്റവരൊക്കെ വെള്ളത്തിൽ തന്നെയാണ്. ഇപ്പോൾ തിരമാല പോലുള്ള ഒരു വെള്ളം കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഊഞ്ഞാലയിൽ കയറിയിട്ടില്ലായിരുന്നു. പിന്നെ കുട്ടികളെല്ലാവരും കൂടെ ഈ ഊഞ്ഞാലയിലോട്ടും കയറി. പിന്നെ കുറച്ച് ടൈം ഈ റൈഡിലും കയറി ആടി തിമർത്തു ഞങ്ങളെല്ലാവരും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പോയത് സ്നോ പാർക്കിലേക്കാണ്. അവിടെ നല്ല തണുപ്പായിരുന്നു. അന്നൊരു നാളിൽ മിന്നണരാവിൽ അതിനുള്ളിൽ കയറിയപ്പോൾ അവിടെ നല്ല പാട്ടും DJയും ഒക്കെ ആയിരുന്നു. കുട്ടികൾ നല്ല കളിയായിരുന്നു, നല്ല ഡാൻസും. പിന്നെ അവിടെ നല്ല സ്ലൈഡിങ്ങും ഉണ്ട്. പിന്നെ കാശ്മീരും മണാലിയും ഒക്കെ പോയ ഒരു ഫീലായിരുന്നു. അതിനുള്ളിൽ കയറി നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പ്, നല്ല ഐസും ഉണ്ട്. അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക തരം ഷൂ തന്നെ കിട്ടിയിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ തണുപ്പും മഞ്ഞും ഒക്കെ ഇടാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ചൂടുകാലത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ പുറത്തിറങ്ങാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പും AC-യും മഞ്ഞുമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു കോഫി വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. അവിടുന്ന് കുറച്ച് 1.5 മണിക്കൂർ യാത്ര പോകണം ആതിരപ്പള്ളിയിലോട്ട്. ആതിരപ്പള്ളി എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആതിരപ്പള്ളി ആയിരിക്കുമെന്നാണ്. പിന്നെ അവിടെ പോയപ്പോഴാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് ആതിരപ്പള്ളി എന്ന്. അവിടെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചത്. അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. കുന്നിറങ്ങി അവിടെ എത്തി നോക്കിയപ്പോൾ നല്ല സ്ഥലമാണ്, അതിമനോഹരമായ സ്ഥലം. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. ഇറക്കമായതുകൊണ്ട് തീരെ പ്രയാസമില്ലാതെ ഇറങ്ങി. ഒക്കെ കഴിഞ്ഞ് തിരികെ കയറുമ്പോൾ ഭയങ്കര കയറ്റമായിരുന്നു. ഇത് എവിടുന്നാണ് ഇങ്ങനെ വെള്ളം ചാടുന്നത് എന്നറിയില്ല. അതിൻ്റെ അപ്പുറം ഡാമായിരിക്കുമോ അതൊന്നും എനിക്കറിയില്ല. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെ ആയിരുന്നു അവിടങ്ങളിൽ.
ഇങ്ങനെ മലമുകളിൽ നിന്ന് പാൽ ഒഴുകി വരുന്നത് പോലെയാണ്. അതിമനോഹരമായാണ് വെള്ളച്ചാട്ടം ഞങ്ങളുടെ കണ്ണുകളിൽ പതിയുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ പല ദിക്കിൽ നിന്നും ഈ വെള്ളച്ചാട്ടം കാണാനായി എത്തുന്നുണ്ട്. പിന്നെ മഴക്കാലങ്ങളിൽ പാറ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് വെള്ളം ഒഴുകി വരുന്നത്. പിന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണിത്. പക്ഷേ അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു വലിയ മല ഇറങ്ങി ചെല്ലണം ഇതിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പ്രായമായവരും കുട്ടികളും യുവതികളും യുവാക്കളും എല്ലാവരും ഒരുപോലെ ഇറങ്ങി വരികയാണ്. അത്രയും ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷേ മല തിരികെ കയറുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കുറച്ച് അധികം തന്നെ കയറി പോവാനുണ്ട് റോഡിൻ്റെ അടുത്തെത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം തിരികെ മല കയറുകയാണ്. പിന്നെ ഒരുപാട് ചുറ്റിക്കയറി കയറി പോവാനുണ്ട്. കുറേ ആളുകൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുമുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഇടങ്ങളിൽ ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി വീട്ടിലെത്താൻ. ഇപ്പോൾ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. ഇവിടെ ടോൾ പിരിവാണ്, അതുകൊണ്ട് സ്ലോയിലാണ് വണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് രാത്രി 8 മണി ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഹണി ചില്ലി മന്തി കഴിച്ചു എല്ലാവരും. കുട്ടികൾക്കൊക്കെ പിന്നെ അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ രാത്രിയായി. എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ വീട്ടിലെത്താറായി. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.